എഞ്ചിനീയറിംഗ് പി എസ് സിയിൽ നമുക്ക് 3 എക്സാംസ് ആണ് ഈ വർഷം മെയിനായിട്ട് വരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള 3 എക്സാംസ് വരുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടറിൻ്റെതുണ്ട്, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ, യൂണിവേഴ്സിറ്റീസ്, അഗ്രോ ഇൻഡസ്ട്രീസ് എന്നുള്ള 3 എക്സാംസ് ആണ് നമുക്ക് ഈ വർഷം വരുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇത് മാത്രമല്ല, നമുക്ക് ഓവർസിയർ ഗ്രേഡ് 2 വരുന്നുണ്ട്, ഗ്രേഡ് 3 വരുന്നുണ്ട്. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നമുക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ എക്സാമിന് തന്നെ അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സെക്ഷൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് തെർമോഡൈനാമിക്സിനെ പറ്റി തുടങ്ങാനാണ്. അപ്പോൾ നമ്മൾ പി എസ് സിക്ക് എഞ്ചിനീയറിംഗ് പി എസ് സി പ്രത്യേകിച്ചും അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ കുറച്ചുകൂടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമുക്ക് സാധാരണ ടെക്നിക്കൽ എക്സാം വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തിയറി ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ തിയറി ക്ലാസ്സസ് നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്യുക, തിയറി ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക, നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക. അങ്ങനെ നമ്മളൊരു അപ്രോച്ച് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഈ 3 എക്സാമുകളുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 മുതൽ 50 ഇടയ്ക്കായിരുന്നു. അപ്പോൾ തന്നെ അറിയാം, എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു എക്സാമാണ്. പക്ഷേ നമുക്ക് എന്താണ്, ചിട്ടയായിട്ടുള്ള ഒരു പഠനത്തിലൂടെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ കോൺസെപ്റ്റും പറഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പോൾ സിലബസ് ഒക്കെ നമ്മുടെ സെയിം ആണ്, നമ്മുടെ ബിടെക്കിൻ്റെ അതേ സിലബസ് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും സബ്ജക്റ്റ് അനുസരിച്ച്, ഇപ്പോൾ ഏത് എക്സാമാണ് അഗ്രോ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരുമെന്നല്ലാതെ നമ്മുടെ സിലബസ് ഒക്കെ ബിടെക്കിൻ്റെ അതേ സിലബസ് ആണ് എന്ന് കരുതി നമ്മൾ ബിടെക്കിന് പഠിക്കുന്നത് പോലെ ഫുള്ള് സിലബസ് ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഗേറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എഞ്ചിനീയറിംഗ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ എഞ്ചിനീയറിംഗ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും, ISROയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്താണ് നമ്മൾ ഈ സബ്ജക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. പ്രോബ്ലംസ് കൂടുതൽ ഫോക്കസ് ഉണ്ടാവും, കാരണം നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാം വരുമ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ സാധാരണ ടെക്നിക്കൽ പി എസ് സിക്ക് ഉള്ളതിനേക്കാളും പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ കവർ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ സിസ്റ്റം neither mass or energy is allowed to cross the boundary of the system which is known as. അപ്പോൾ നമ്മൾ ആദ്യം തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്താണ് സിസ്റ്റം എന്നുള്ളത്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പഠനത്തിനായി എടുക്കുന്ന എന്ത് സാധനത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം, സിസ്റ്റം എന്ന് വിളിക്കാം. ഈവൻ ഒരു ചായക്കപ്പ് മുതൽ നമ്മുടെ യൂണിവേഴ്സ് തന്നെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം, ഇമാജിനറി ആവാം. ഇപ്പോൾ ഒരു ചായക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഫിസിക്കലായിട്ട് അതിനൊരു ബൗണ്ടറി ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പറയുകയാണ് ഒരു കംപ്രസറിലൂടെ അല്ലെങ്കിൽ ഒരു റൂമിലൂടെ കടന്നു പോകുന്ന എയറിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു, ഞാനിപ്പോൾ എടുക്കുകയാണ് ഒരു 10 കിലോഗ്രാം ഓഫ് എയർ ഇൻ എ ഫീൽഡ് അല്ലെങ്കിൽ ഇൻ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബൗണ്ടറി ഉണ്ടാവണമെന്നത് നിർബന്ധമില്ല. അപ്പോൾ സിസ്റ്റത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താവാം, വിർച്വലും ആവാം, ആക്ച്വൽ ബൗണ്ടറി ആവാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് 3 രീതിയിലാണുള്ളത്. ഒന്ന് ഓപ്പൺ സിസ്റ്റം, രണ്ടാമത് ക്ലോസ്ഡ് സിസ്റ്റം, മൂന്നാമത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാസ് ട്രാൻസ്ഫറും ഉണ്ടാവും, എനർജി ട്രാൻസ്ഫറും ഉണ്ടാവും. ഓപ്പൺ സിസ്റ്റത്തിൽ മാസ് ട്രാൻസ്ഫറും ഉണ്ട്, എനർജി ട്രാൻസ്ഫറും ഉണ്ട്. ക്ലോസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവൂ, നമുക്ക് ഈ മാസ് ട്രാൻസ്ഫറിനെ കട്ട് ചെയ്യാം, എനർജി ട്രാൻസ്ഫർ മാത്രമേ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഉണ്ടാവൂ. പിന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ മാസ് ട്രാൻസ്ഫറും ഉണ്ടാവില്ല, എനർജി ട്രാൻസ്ഫറും ഉണ്ടാവില്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇൻ എ സിസ്റ്റം neither mass nor energy is allowed to cross the boundary of the system which is known as. അപ്പോൾ ഈ സിസ്റ്റത്തിൽ മാസും പോകുന്നില്ല, എനർജിയും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കാം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ തെർമോഫ്ലാസ്ക് പറയാറുണ്ട്. കാരണം അവിടെ എന്തില്ല, എനർജി ട്രാൻസ്ഫറും അധികം ഇല്ല, മാസ് ട്രാൻസ്ഫറും ഇല്ല. പക്ഷെ അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ല. പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ത് മാത്രമേ ഉള്ളൂ, യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിനെ ഒരു സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, മാസ് ട്രാൻസ്ഫറും പുറത്തോട്ടില്ല, എനർജി ട്രാൻസ്ഫറും പുറത്തോട്ടില്ല. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, ഐസൊലേറ്റഡ് സിസ്റ്റം. രണ്ടാമത്തെ ചോദ്യം:
ഓപ്പൺ സിസ്റ്റം ഇതുപോലെ നമുക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ ഈ സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്പൺ സിസ്റ്റം ഇസ് വൺ വിച്ച് ഓൺലി എനർജി ട്രാൻസ്ഫർ, ഓൺലി മാസ് ട്രാൻസ്ഫർ. നമുക്ക് എന്തറിയാം, ബോത്ത് എനർജി ആൻഡ് മാസ് ട്രാൻസ്ഫർ. എനർജി ട്രാൻസ്ഫറും ഉണ്ടാവും, മാസ് ട്രാൻസ്ഫറും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഇൻ എ സിസ്റ്റം ആർ നോൺ as. അപ്പൊ നമുക്ക് 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥയെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിനകത്ത് സേ ഒരു ഗ്യാസ് ഉണ്ട്. അതെന്ത് ഗ്യാസ് വേണമെങ്കിലും ആവാം. എനിക്കിപ്പോ ഈ ഗ്യാസിന്റെ അവസ്ഥയെ പറ്റി പറയണം. അപ്പൊ എനിക്ക് പറയാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എനിക്ക് ഈ സിലിണ്ടറിന്റെ വോളിയത്തെ പറ്റി പറയാം, ഈ സിലിണ്ടറിലുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചറിനെ പറ്റി പറയാം, പ്രഷറിനെ പറ്റി പറയാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഈ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവ, രണ്ടാമത്തത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നും, മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ മാസിനെ നമുക്ക് ഈ എക്സാമ്പിൾ ചോദിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് പ്രോപ്പർട്ടി ആണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് മാസിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് പെട്ടെന്ന് ഈ സ്പെസിഫിക് എന്നൊക്കെ പറയുന്നത് എന്താണ്? പെർ യൂണിറ്റ് മാസിലുള്ള വാല്യൂസ് ആണ്. ഈ സ്പെസിഫിക് വരുന്ന കാര്യങ്ങളൊക്കെ പൊതുവെ എന്ത് ചെയ്യാറില്ല, അതൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ബാക്കി നമ്മൾ ഒന്ന് ഈ പ്രോപ്പർട്ടീസ് എക്സാമ്പിളിലൊക്കെ കൂടെ നിങ്ങളൊന്ന് കടന്നു പോകുന്നത് നന്നായിരിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു വരാം. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ്, എന്താണത്? നമ്മുടെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ആർ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. A series of state of changes such as that the final state is identical with the initial state is known as. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ജസ്റ്റ് പഠിച്ചവർക്ക് തന്നെ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റേറ്റ് ചേഞ്ചസ് ഉണ്ടാവുന്നു. ഞാൻ ഉദാഹരണത്തിന് ഒരു പി വി ഡയഗ്രാം അങ്ങ് വരയ്ക്കുകയാണ്. പി വി ഡയഗ്രാം ഇതിൽ ഞാനൊരു ചുമ്മാ ഒരു സൈക്കിൾ അങ്ങ് വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ പല പോയിന്റിലും ലെറ്റ്സ് സേ 1 2 3 4 അപ്പൊ ഈ പല പോയിന്റിലും ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് ആണ്. പക്ഷെ സംഭവിക്കുന്ന എന്താണ്? ഇപ്പോ ഇതിങ്ങനെ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്ത് ഈ ഫൈനൽ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾ. അപ്പൊ സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മൾ കറങ്ങി വീണ്ടും തിരിച്ച് പഴയ പോയിന്റിലോട്ട് തന്നെ വരും. അങ്ങനെ ഒരു പഴയ പോയിന്റിലോട്ട് തന്നെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജ് എന്തായിരുന്നോ അതിലോട്ട് തന്നെ തിരിച്ചെത്തുന്ന സൈക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾസ്. അപ്പോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, തെർമോഡൈനാമിക് സൈക്കിൾസ്. ഇനി നമുക്ക് ലോസ് ആണ്. നമുക്ക് പ്രധാനമായും 3 തെർമോഡൈനാമിക്സ് ലോസ് ആണുള്ളത്. നമ്മുടെ തിയറി ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. 3 തെർമോഡൈനാമിക് ലോസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ലോ നമ്മൾ വിളിക്കുന്നത് എനർജി കൺസർവേഷൻ ലോ എന്നാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ലോ ആയിരിക്കും. കാരണം വളരെ കോമൺ ആയിട്ട് നമ്മൾ +1 +2 ഒരുപാട് കേട്ടിട്ടുള്ള ലോ ആണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാറ്റിയെടുക്കാം എനർജി. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പൊ തെർമോഡൈനാമിക്കിൽ നമ്മൾ ഇതിനെ പറയുന്നതെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സൈക്കിളിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ. നമ്മൾ എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നോ അത്രയും തന്നെ എന്തുണ്ടാവും? വർക്ക് ട്രാൻസ്ഫറും ഉണ്ടാവും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു എക്സ്റ്റേണൽ ഡിവൈസിന്റെ സഹായമില്ലാതെ ലോ ടെമ്പറേച്ചറിൽ നിന്ന്
ഹൈ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്താൻ പറ്റില്ല. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അത് മറ്റൊരു രീതിയിലും പറയാം. എന്താണ്? ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ വർക്ക് കൊടുത്താലല്ല, നമ്മൾ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് വർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ലോ പറയാം. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? നമുക്ക് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അതായത് -273.15 ഡിഗ്രി സെൽഷ്യസിനെയാണ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ട് സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ എന്തില്ല? നെഗറ്റീവ് വാല്യൂസ് ഇല്ല. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിൽ എന്തുണ്ട്? നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് വാല്യൂസ് ഇല്ല. നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം നെഗറ്റീവ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. അത് എന്താണ്? കെൽവിൻ സ്കെയിലാണ്. നമുക്കറിയാം, നമ്മൾ ഈ ക്രയോജനിക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ലോവർ ടെമ്പറേച്ചറിനെ പറ്റി നമുക്കൊരു പഠനശാഖ തന്നെയുണ്ട്. അതിനെ നമ്മൾ ക്രയോജനിക്സ് എന്ന് പറയും. നമ്മുടെ ISROയിലും മറ്റും ഉപയോഗിക്കുന്ന എൻജിൻസ് ഒക്കെ പലതും ക്രയോജനിക് എൻജിൻസ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ ലോ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ പോകുന്തോറും പല ഗ്യാസുകൾക്കും നമ്മൾ സാധാരണയുള്ള പ്രവർത്തനങ്ങളാവില്ല, ഫിസിക്കൽ പ്രവർത്തനങ്ങളാവില്ല, നോർമൽ ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളല്ല എന്തിൽ നടക്കുന്നത്? വളരെ ലോ ടെമ്പറേച്ചറിൽ നടക്കുന്നത്. ഗ്യാസസ് പലതും ലിക്വിഡ്സ് ആയിട്ട് മാറും. പിന്നെ എന്താ സംഭവിക്കുക? നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെ പ്രോപ്പർട്ടീസിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇതല്ല. നമ്മുടെ ഇതെന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എനർജി കൺസർവേഷൻ. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഉത്തരം, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി heat transferred to the system at constant volume decreases internal energy of the system, increases internal energy of the system, does not change internal energy of the system, none of the above. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഒരു സിസ്റ്റം, ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഈ സിസ്റ്റത്തിന്റെ വോളിയം ചേഞ്ച് ആവുന്നില്ല. കോൺസ്റ്റന്റ് വോളിയം സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ എന്തുമാത്രം ചെയ്യുവാണ്? ഹീറ്റ് ട്രാൻസ്ഫർ മാത്രം നടത്തുകയാണ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും? ഇതിനകത്ത് പ്രോപ്പർട്ടീസിന്റെ മോഷൻ കൂടും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇന്റേണൽ എനർജി ഇൻക്രീസ് ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്റേണൽ എനർജിയെ പറ്റി പറയുക. കാരണം നമ്മളൊരു സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്ന ഹീറ്റിനെ മുഴുവൻ നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിൽ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ആയിട്ട് ഈ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഈ ഇന്റേണൽ എനർജി പല രീതിയിലായിരിക്കും. അത് മോളിക്കുലർ ലെവലിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വൈബ്രേഷൻ എനർജി, ഇങ്ങനെ പല ഫോമിലുള്ള എനർജി ആയിരിക്കും ഈ ബോഡിയുടെ ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. കാരണം നമുക്കറിയാം, നമ്മൾ മൈലേജ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് പറയാറില്ലേ? നമ്മുടെ ഫ്യൂവലിന് എന്തില്ല? ഫ്യൂവലിലുള്ള തെർമൽ എനർജിയെ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതിന് കാരണം ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ലോ ഗ്രേഡ് എനർജിയാണ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താക്കാൻ പറ്റത്തില്ല? വർക്കായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പോ നമ്മുടെ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെസിഫിക് എൻതാൽപ്പി അതെന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണോ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. കാരണം അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ സ്പെസിഫിക് എൻതാൽപ്പി എന്താണ്? ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് മാസിലുള്ള എൻതാൽപ്പിയാണ്. അതെന്തില്ല? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഇസ് സെഡ് ടു ബി. ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് എന്താണ്? ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് മാറ്റാൻ സാധിക്കില്ല. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോ ഗ്രേഡ് എനർജിയാണ്. അതിനെ കംപ്ലീറ്റ് ആയി വർക്കായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. സോ വർക്ക് ഇസ് കോൾഡ് എ ഹൈ ഗ്രേഡ് എനർജി. വർക്കിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഹൈ ഗ്രേഡ് എനർജി എന്ന് വിളിക്കാറുണ്ട്. ഇനി നമ്മൾ തിയറിയിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കാർനോട്ട് സൈക്കിളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ, അത് പ്രോബ്ലത്തിന്റെ രീതിയിലോ, പ്രോബ്ലം കൂടുതൽ ചാൻസ് ഉണ്ട്, പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം നമുക്ക് ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാർനോട്ട് സൈക്കിളിൽ
നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ്, തെർമോഡൈനാമിക് സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ സൈക്കിളാണ്. ഇതൊരിക്കലും പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൽ വരുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അഡയബാറ്റിക് എന്ന് പറയുന്നത് എല്ലാ അഡയബാറ്റിക് പ്രോസസ്സും എന്തല്ല ഐസെൻട്രോപിക് അല്ല, പക്ഷെ എല്ലാ ഐസെൻട്രോപിക് പ്രോസസ്സും അഡയബാറ്റിക് ആണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള ഐസെൻട്രോപിക് പ്രോസസ്സുകളെയാണ് നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അഡയബാറ്റിക് എന്താണെന്ന് പറയാം. അഡയബാറ്റിക് എന്തില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. എനർജി ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവത്തില്ല, അങ്ങനെ ഒരു പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവരുതെങ്കിൽ ഇത് എന്ത് ചെയ്യണം, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐസോതെർമൽ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് സൈമൾട്ടേനിയസ്ലി ഒരു ഫാസ്റ്റ് പ്രോസസ്സ് ഒരു സ്ലോ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാർനോട്ട് സൈക്കിളിനെ നമ്മളൊരു തിയറിറ്റിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ 100%. 100% എഫിഷ്യൻസി ഉള്ള സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അതിൽ രണ്ട് പ്രോസസ്സുകളാണ് വരുന്നത്, ഐസോതെർമൽ പ്രോസസ്, റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. കാർനോട്ട് സൈക്കിൾ ഹാസ് 2 റിവേഴ്സിബിൾ ഐസോതെർംസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്. ഇതാണ് നമ്മുടെ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസോതെർമൽ പ്രോസസ്സാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി വീണ്ടും കാർനോട്ട് സൈക്കിളിലെ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് കാർനോട്ട് സൈക്കിളിലെ പ്രോസസ്സുകൾ ഏതൊക്കെയെന്ന് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഐസെൻട്രോപിക് പ്രോസസ്സും അഡയബാറ്റിക് പ്രോസസ് ഐസോതെർമൽ പ്രോസസ്സുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അഡയബാറ്റിക് ഐസോതെർമൽ പ്രോസസ്സാണ് കാർനോട്ട് സൈക്കിളിൽ വരുന്നത്. ഇനി കാർനോട്ട് സൈക്കിളിന്റെ ബേസിസിൽ നമുക്ക് 3 ഡിവൈസസ് ഉണ്ട്. 3 ഡിവൈസസിനെ നമുക്ക് അറിയാവുന്ന ഡിവൈസസ് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിനാണ് നമ്മുടെ എഞ്ചിൻ. ഓക്കെ, എഞ്ചിന്റെ പ്രത്യേകത, ഇപ്പോൾ ഒരു എഞ്ചിൻ, ഹീറ്റ് എഞ്ചിൻ സേ ഒരു ഹീറ്റ് എഞ്ചിൻ, നമ്മൾ ഈ ഹീറ്റ് എഞ്ചിനിലോട്ട് ഹീറ്റ് കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു, വർക്ക് കിട്ടുന്നു. പക്ഷേ എന്ത് സാധിക്കത്തില്ല, ഈ കൊടുക്കുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആക്കാൻ സാധിക്കത്തില്ല. ബാക്കി എന്ത് ചെയ്യും, ബാക്കി ഹീറ്റ് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് കളയും. അപ്പോൾ ഇവിടെ ഒരു ഹയർ ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ലോവർ ടെമ്പറേച്ചർ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇനി 2 ഡിവൈസസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിവൈസസ് ആണ്. ഒന്നൊരു ഹീറ്റ് പമ്പ്, 2 റെഫ്രിജറേറ്റർ. രണ്ടിലും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കൊടുക്കും, നമുക്ക് ആവശ്യം. ഇപ്പൊ ഉദാഹരണത്തിന് റെഫ്രിജറേറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. റെഫ്രിജറേറ്ററിൽ നമുക്ക് ആവശ്യം തണുപ്പാണ്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്പേസിനെ നമുക്ക് തണുപ്പിക്കണം. ഉദാഹരണത്തിന് ഒരു AC ആവാം, ഫ്രിഡ്ജ് ആവാം, എന്ത് തന്നെ ആയാലും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തണുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സ്പേസിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹീറ്റിനെ, ഇവിടെ ഉള്ള സ്പേസിലുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യണം. ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്വാഭാവികമായിട്ടും ഒരു വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഡിസൈർ ചെയ്യുന്നത് നമ്മൾ എന്താണ്, തണുപ്പാണ്, ലോവർ ടെമ്പറേച്ചർ ആണ് നമ്മുടെ ഡിസൈഡ് ടെമ്പറേച്ചർ. നമ്മൾ കൊടുക്കുന്നത് എന്താണ്, വർക്കാണ്. ഇനി അതുപോലെ തന്നെ ഹീറ്റ് പമ്പിന് നമുക്ക് ആവശ്യം ഹയർ ടെമ്പറേച്ചർ ആണ്, നമ്മൾ കൊടുക്കുന്നത് എന്താണ്, വർക്കാണ്. നമുക്ക് ഹീറ്റ് പമ്പിൽ ചെയ്യേണ്ടത് എന്താണ്, ഒരു തന്നേക്കുന്ന സ്പേസിന് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ആവശ്യം. നമ്മളപ്പോൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചറിനെക്കാളും മുകളിലോട്ട് ഹീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്തേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് സിസ്റ്റത്തിലോട്ട് കൊടുത്താൽ മാത്രമേ എന്താണ്ടാകത്തുള്ളൂ, ഹീറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മൾ തിയറിയിൽ ഇത് പഠിക്കുന്നുണ്ട്, എങ്കിലും ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫോർമുലാസ് ഞാനൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ അവിടെ ഡെറിവേഷനും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പൊ ഫോർമുല പറയുമ്പോൾ കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി, ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഞാൻ പറയുകയാണ്. ഹീറ്റ് എഞ്ചിനിൽ നമുക്ക് ആവശ്യം എന്താണ്, വർക്കാണ്. നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഹീറ്റാണ്. ഇങ്ങനെ പഠിക്കുക. ഓക്കെ, ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൽ എത്രത്തോളം വർക്ക് കിട്ടി, അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു
500 കിലോ വാട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു 300 കിലോ വാട്ട് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യും? 200 കിലോ വാട്ട് നഷ്ടപ്പെട്ടു പോകും. ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി എപ്പോഴും എന്തിലായിരിക്കും പറയുന്നത്? പെർസെൻറ്റേജിലായിരിക്കും പറയുന്നത്. ഇനി COP എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. COP എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആണ്. അവിടെ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എന്താണ്? COP രണ്ട് കാര്യമായാലും നമ്മൾ കൊടുക്കുന്നത് വർക്കാണ്. ഓക്കെ, കൊടുക്കുന്നത് വർക്കാണ്. നമുക്ക് കിട്ടുന്ന എന്താണ്? ഹീറ്റ് ആണ്. കൊടുക്കുന്നത് വർക്ക്, കിട്ടുന്നത് ഹീറ്റ്. ഡിനോമിനേറ്റർ എന്ത് വരും? വർക്ക് വരും, കിട്ടുന്നത് ഹീറ്റ്. അപ്പോ റെഫ്രിജറേറ്ററിന്റെ കേസിലാണെങ്കിൽ, ഇപ്പൊ ഹീറ്റ് പമ്പിന്റെ കേസിലാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഹയർ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. അപ്പോ അവിടെ നമ്മുടെ കൊടുക്കുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ റിസർവറിലോട്ട് കൊടുക്കുന്ന ഹീറ്റ് ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള ഹീറ്റ്. QH വരും എന്താണെങ്കിൽ? ഹീറ്റ് പമ്പ് ആണെങ്കിൽ. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ആണെങ്കിൽ എന്ത് വരും? QC ഡിവൈഡഡ് ബൈ വർക്ക്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാനുള്ള വഴി. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഏതാണോ നമുക്ക് ആവശ്യം ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്നാണോ എടുക്കുന്നത്. ഇങ്ങനെ വേണം ഓർത്ത് വയ്ക്കാനായിട്ട്. ഇതേ ഇത് വെച്ച് തന്നെ നമുക്ക് അതിന്റെ എന്ത് പിടിക്കാം? ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ഫോർമുല. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ തിയറി പഠിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ഫോർമുല ഇതുപോലെ നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വർക്കാണ്. വർക്ക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിന്റെയും ലോ ടെമ്പറേച്ചറിന്റെയും ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി അതുപോലെ പമ്പ് ആണെങ്കിലോ, COP ഓഫ് ദ പമ്പ് ആണെങ്കിൽ നമുക്ക് ആവശ്യം ഹൈ ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് വർക്കായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ കാർനോട്ട് സൈക്കിൾ റെഫ്രിജറേഷൻ ആണെങ്കിലോ നമുക്ക് ആവശ്യം ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്നത് വർക്ക്. ഇനി ഈ ഒരു ഫോർമുല, താഴത്തെ ഫോർമുല ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്? ഹീറ്റ് പമ്പിന്റെ COP എന്ന് പറയുന്നത് എന്തായിരിക്കും? റെഫ്രിജറേറ്ററിന്റെ COP +1 ആയിരിക്കും. നിങ്ങൾ ഈ ഫോർമുല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഇത് തന്നെ കിട്ടും. പക്ഷെ അങ്ങനെയൊന്നും ഇത് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് സമയമില്ല, കാരണം നമുക്ക് 1.25 മണിക്കൂർ എക്സാമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് ഇത് ഓർത്ത് വെച്ചേക്കുക. ഹീറ്റ് പമ്പ് എന്ന് പറയുന്നതിന്റെ COP എന്താണ്? റെഫ്രിജറേറ്ററിന്റെ COP +1 ആണ് ഹീറ്റ് പമ്പിന്റെ COP. ഇത് ഓർത്ത് വെക്കണം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഇതിലോട്ട് വരും. അടുത്തത്, എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ക്യാൻ നെവർ എന്താണ്? എൻട്രോപ്പി, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ്? നെവർ ചേഞ്ച്. നമുക്ക് എൻട്രോപ്പിയിലോട്ടൊക്കെ കുറച്ചുകൂടെ വരാം. ഞാൻ അതിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു ഹീറ്റ്, അല്ലെങ്കിൽ ഹീറ്റ് എന്തായിട്ട് മാറത്തില്ല? കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് മാറത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു യൂണിവേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ആ എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വർക്കായിട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. അതിന് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? എൻട്രോപ്പിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എൻട്രോപ്പിയെ നമ്മൾ പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് എന്നാണ്. ഒരു മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രോപ്പിയെ പറ്റി പറയുന്ന ലോ ആണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ചോദിക്കാം. The law which states that heat and work are mutually interconvertible is known as. അപ്പോൾ നമുക്കറിയാം ഹീറ്റും വർക്കും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ലോയുടെ പേരെന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അടുത്ത് COP ഓഫ് ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പിന്റെ COP നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല, റെഫ്രിജറേറ്ററിന്റെ COP +1. അതാണ് ഹീറ്റ് പമ്പിന്റെ COP എന്ന് പറയുന്നത്. ഇനി